നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇനി യഥാർത്ഥ പോരാട്ടം നടക്കാൻ പോകുന്നത് ബിജെപിയും ഇടതുപക്ഷവും തമ്മിലായിരിക്കും. സിറ്റിംഗ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരം അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായയും ബാധിച്ചതിനാൽ MP സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകുമെന്ന അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലും തെറ്റുമെന്നാണ് ചില റിപ്പോർട്ടുകൾ. ഏതായാലും പല രീതിയിലുള്ള കണക്കുകൂട്ടലുകളും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും രാഹുലിനെതിരെ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ഇതിലൊക്കെ തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും കുറച്ച് ചാറ്റുകളും അതുപോലെ തന്നെ രാഹുൽ വീഡിയോ കോൾ ചെയ്യുന്ന അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടുമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കോൺടാക്ട് നമ്പറും സേവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചിത്രമാണ് അതിൽ വീഡിയോ കോളായിട്ട് സ്ക്രീൻഷോട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇന്നത്തെ പല സാങ്കേതിക വിദ്യകളും ഇന്ന് പല രീതിയിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അത് ക്രിയേറ്റ് ചെയ്തതാണോ അതോ ഇത് യഥാർത്ഥമായിട്ടുള്ള ചിത്രമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പല രീതിയിലുള്ള പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങളുടെ അടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇതും ഏറെ നിർണായകമായിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതുവരെ ആരാണ് ആ പെൺകുട്ടി? ചില പോലീസ് വൃത്തങ്ങൾ പറയുന്നു അത് പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവർ പക്ഷെ പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്ന് യുവതി പറഞ്ഞു. 2023 കാലത്താണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ടെലിഗ്രാം നമ്പർ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യാൻ അഡ്മിൻസ് ഉണ്ടെന്നും മെസ്സേജ് അവർ കാണുന്നത് ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞു. പിന്നീട് ടെലിഗ്രാമിലൂടെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. എല്ലാവരോടും ടൈമർ സെറ്റ് ചെയ്താണ് മെസ്സേജ് അയക്കുന്നത്. നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് 3 നേരവും മെസ്സേജ് ഫോണും വരും. പിന്നീട് രാഹുലിനെ നേരിട്ട് കാണുമ്പോൾ സുഹൃത്ത് ഫെനി നൈനാനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അവർ തന്നെയാണ് സ്ഥലം ചൂസ് ചെയ്തത്. അവിടെ എത്തുമ്പോൾ ഒന്നിച്ചിരിക്കുന്നത് ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ് റൂം എടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പിന്മേൽ നിർബന്ധിച്ച് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടു. ബന്ധത്തിന് ശേഷം അതേ ദിവസം തന്നെ മുഖത്ത് നോക്കി വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും നിർബന്ധിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നും പുള്ളി പറഞ്ഞു. അന്ന് പുള്ളിയുടെ കയ്യിൽ പിൽസ് ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് മെഡിസിൻ അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു. ഇക്കാര്യം പറഞ്ഞ് കരയുമ്പോൾ ഞാൻ അവിടെ തന്നെ ഇല്ല, ഇങ്ങോട്ടും പോയില്ലല്ലോ, എന്തിനാണ് വിഷയം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. പിന്നീട് സ്നേഹത്തോടെ സംസാരിച്ച് നമ്മളെ കൂളാക്കും. മറ്റു പെൺകുട്ടികളോടും ഇതേ രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ സീനിയറിൻ്റെ സുഹൃത്തിനും ഇതേ അനുഭവമാണ് ഉണ്ടായത്. ഐ ഡോണ്ട് കെയർ എന്ന മൈൻഡാണ് പുള്ളിക്ക്. അയാളെ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ ആളുകളുണ്ട്. ഇനിയെങ്കിലും അയാളുടെ സ്വഭാവം ജനങ്ങൾ തിരിച്ചറിയണം. അയാളും കൂടെ നിൽക്കുന്നവരും ബോൺ ക്രിമിനൽസ് ആണെന്നാണ് പെൺകുട്ടി പറഞ്ഞതായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. യുവതികൾ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീട്ടിൽ തുടരുകയാണ്. പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ടെന്നാണ് വിവരം. നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾ പുതിയ സാഹചര്യത്തിൽ റദ്ദാക്കി. പത്തനംതിട്ടയിലെ അടൂർ നെല്ലിമുകളിലുള്ള വീട്ടിലാണ് നിലവിൽ രാഹുൽ ഉള്ളത്. മണ്ഡലത്തിലെ പരിപാടികളിലോ മറ്റു പരിപാടികളിലോ രാഹുൽ പങ്കെടുക്കുന്നില്ല. ഇന്നലെയാണ് പാലക്കാട് നിന്ന് കുടുംബവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലുള്ള വീട്ടിലെത്തിയത്. ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് എത്തിയതെങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയർന്നതോടെ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാത്രമാണ് എത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതായി രാഹുൽ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. വീടിന്റെ മുറ്റത്ത് വരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡും വെച്ച് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ന് വീടിന് മുന്നിൽ ആരും പ്രതിഷേധിച്ചിട്ടില്ല. അടൂരിൽ ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നേതാക്കളും മാത്രമാണ് വീട്ടിലെത്തുന്നത്. ഇവരെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് വീട്ടിലേക്ക് കയറ്റിവിടുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരും. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്.
സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി. അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും. ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് MLA ആയി തുടരുന്നതടക്കം ഉന്നയിച്ച് കോൺഗ്രസ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെ പ്രതിരോധിക്കും. സ്ത്രീകളെ തെറ്റായ രൂപത്തിൽ നോക്കുന്നത് പോലും പോലീസ് കേസായി മാറുന്ന ഈ കാലത്ത് ഇത്തരമൊരു പരാതി പോലീസിനെ അറിയിക്കാതെ കൈകാര്യം ചെയ്തത് ശരിയായില്ലെന്ന നിലപാട് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാട്ടും. ഇതും സതീഷിനെ പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ്. ഒന്നിലേറെ പരാതികളും ഡിജിറ്റൽ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസിലെ സതീഷിന് വിരുദ്ധ ചേരിയും ഒന്നിച്ചു കഴിഞ്ഞു. അവർ ഈ അവസരം ഉപയോഗിച്ച് സതീഷിന്റെ ഇമേജ് തകർക്കാനാണ് അണിയറയിൽ ശ്രമിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിച്ച് മത്സരിപ്പിച്ചതിനും വലിയ പഴിയാണ് സതീഷിനും ഷാഫി പറമ്പിലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപും ഒന്നും നേരിടാത്ത തരത്തിലുള്ള ആക്രമണമാണ് സൈബറിടത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീഷിനും ഷാഫി പറമ്പിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വീറോടെ വാദിക്കുന്നവരുടെ തനി നിറം ഇതാണോ എന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത്. ഇതോടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമായി ഈ വിഷയം മാറുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. സ്ത്രീ പീഡന കേസിൽ പെട്ടിട്ടും രാജിവെക്കാതിരുന്ന 2 MLA മാർ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഉള്ളതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആശ്വാസം. കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്ന PT ചാക്കോ മുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ സ്ത്രീ വിഷയത്തിൽ കുടുങ്ങിയ നേതാക്കളുടെ വലിയൊരു നിര തന്നെ കോൺഗ്രസിനുണ്ടാകും.